നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് എല്ലാ വീടുകളിലെ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമായ ഒരു വാസ്തുവിജ്ഞാനമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മുടെ വീടും നമ്മൾ താമസിക്കുന്ന വസ്തുവുമാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്, നമ്മളാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നീ പറയുന്ന വാസ്തുവിജ്ഞാനത്തിന് വേറെ പ്രസക്തിയുണ്ട്. നമ്മൾ വാസ്തുശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണല്ലോ നമ്മുടെ മനുഷ്യ ശരീരം. ഈ മനുഷ്യശരീരത്തിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ തലയാണ്. ഈ തലയാണ് യഥാർത്ഥത്തിൽ ഈ ബോഡിയെ, നമ്മുടെ ഈ ശരീരഭാഗത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ബോഡിയാണ്, ഈ തലയാണല്ലോ. നമുക്കറിയാം, സെറിബെല്ലവും തുടങ്ങിയ നമ്മുടെ തലച്ചോറിൻ്റെ വിവിധങ്ങളായ പാട്ടുകളുള്ള തലയിലാണ്. നമ്മുടെ മനുഷ്യശരീരത്തിൻ്റെ മിക്കവാറുമുള്ള എല്ലാ പുറത്തേക്കുള്ള തുറപ്പുകളുള്ളതും പരമാവധി ഉള്ളതും നമ്മുടെ ഈ തലയിലാണ്. കണ്ണ്, മൂക്ക്, വായ, ചെവി, അവയെല്ലാം. അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തല. അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീടിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനുണ്ട്. നമ്മുടെ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മുടെ ഈ ശരീരത്തെ തല നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീടിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് തെക്ക് പടിഞ്ഞാറേ വശവും തെക്ക് പടിഞ്ഞാറിലെ മുറിയും. ഈ തെക്ക് പടിഞ്ഞാറിലെ മുറി, അതായത് നമ്മൾ കന്നിമുറി എന്നൊക്കെ പറയും. ഈ കന്നിമുറിയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുക. ഈ കന്നിമുറിയിലാണ് എല്ലാ വീടുകളിലും, ആ കന്നിമുറിയിൽ ഏതാണ്ട് ഒരു 60 മുതൽ 70% വരെ വീടുകളിലും തെക്ക് പടിഞ്ഞാറേ മുറി കന്നിമുറി ആയിരിക്കും. ആ കന്നിമുറിയിൽ മാസ്റ്റർ ബെഡ്റൂമും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ വീട് വയ്ക്കാറുള്ളത്. അങ്ങനെ തന്നെ വേണം. പക്ഷേ ഇവിടെ വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് പോലെ അളവുകൾക്കല്ല പ്രധാനം. അളവുകൾ ഓക്കെയാണ്, പക്ഷേ മൊത്തത്തിലെടുക്കുമ്പോൾ അളവുകൾ നിങ്ങൾ തെക്ക് പടിഞ്ഞാറേ മുറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ നിങ്ങളുടെ ഹാളോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. പക്ഷേ ആ ഇഷ്ടം പോലെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറികൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അടുക്കളയല്ല, ബെഡ്റൂമുകളിൽ, നമ്മുടെ കിടപ്പ് മുറികളിൽ ഏറ്റവും വലുത് അടുക്കളയാകണം. ആ പേര് തന്നെ ഉണ്ട്, മാസ്റ്റർ ബെഡ്റൂം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ബെഡ്റൂം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും വലിയ ബെഡ്റൂമിനൊപ്പം അവിടെ സാധാരണ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ഒക്കെ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ശയിക്കേണ്ട മുറിയാണ് തെക്ക് പടിഞ്ഞാറേ മുറി എന്ന് പറയുന്നത്. ഈ തെക്ക് പടിഞ്ഞാറേ മുറി ബെഡ്റൂമുകളിൽ ഏറ്റവും വലുതായിരിക്കണം. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു കാരണം കൊണ്ടാണോ ഇങ്ങനെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണത്. തെക്ക് പടിഞ്ഞാറേ മുറി മറ്റ് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് കുറഞ്ഞിരുന്നാൽ അത് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ തകിടം മറിക്കും. തെക്ക് പടിഞ്ഞാറ് മുറി മാസ്റ്റർ ബെഡ്റൂമാണ്. ആ മാസ്റ്റർ ബെഡ്റൂം മറ്റ് ബെഡ്റൂമുകളേക്കാൾ വലുത് തന്നെയായിരിക്കണം. ആ തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വലുതായി മറ്റ് ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ആ സ്ഥലത്തെ ഉള്ള ഊർജത്തിന്റെ ഫലമായി മറ്റ് ദോഷങ്ങളും ബന്ധപ്പെടാം. വീടിന്റെ ഉയർച്ച, നമ്മൾ ആ മാസ്റ്റർ ബെഡ്റൂമിന്റെ മുകളിലാണല്ലോ നമ്മുടെ കന്നിമൂല എന്ന് പറയുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ടെറസിന്റെ മുകളിൽ കന്നിമൂലയാണ്. അപ്പോൾ ആ മൂല, തെക്ക് പടിഞ്ഞാറേ മുറിയും തെക്ക് പടിഞ്ഞാറേ മൂലയും നമ്മളെ ബാധിക്കുന്നത് പോലെ മറ്റൊരു മൂലയും നമ്മളെ ഭരിക്കില്ല. അപ്പൊ ഈ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മുറി മറ്റ് ബെഡ്റൂമിനേക്കാൾ ചെറുതായിരിക്കരുത്. ഒരുപാട് വീടുകളിൽ ഈ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ
അതൊരു പക്ഷേ ഒന്നുകിൽ ഇത് വാസ്തുശാസ്ത്രം അത് അക്കാഡമിക്കായിട്ട് പഠിക്കാത്ത ആളുകൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാവാം, അഥവാ അറിവില്ലാത്ത ആളുകൾ ഈ രംഗത്ത് പ്രഗത്ഭരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യുന്നത് കൊണ്ടാവാം. അതല്ല എങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനം പോലും അറിയാത്ത ആളുകൾ അത് ചെയ്യുന്നത് കൊണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ പലയിടത്തും മിക്കവാറും ആധുനികമായ വീടുകളിൽ എല്ലായിടത്തും ആ ഒരു പോരായ്മ നിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പഴയ വീടുകളിലാണ്, അതായത് ഒരു 2000-ന് മുൻപ് വെച്ച വീടുകൾ, 2016-ന് മുന്നേ വെച്ച വീടുകൾ, 2015-നോ 16-നോ മുന്നേ വെച്ച വീടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആയി കാണുന്നത്. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് മുറി കുറഞ്ഞിരുന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് നോക്കാം. ആ വീടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം പലതരത്തിൽ പ്രതിസന്ധിയിലാവും. ആ വീടിൻ്റെ ഭരണം, ഒരു വീടിനെ എപ്പോഴും ഭരിക്കേണ്ടത് ഗൃഹനാഥനോ ഗൃഹനാഥയോ ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗൃഹനാഥനും ഗൃഹനാഥയും അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കും, സ്ഥിരതയില്ലാതെയായി പോകും. വരുമാനം ഉണ്ടാവും, പക്ഷേ വരുമാനത്തിൻ്റെ 4-5 ഇരട്ടി ചെലവ് വന്നുപെടും. രോഗങ്ങളെന്ന് വെച്ചാൽ രോഗങ്ങൾ ഒഴിയാതെ കൂടെ ഉണ്ടാകും. തുടർച്ചയായിട്ട് ആ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും. ഒരു കാരണവുമില്ലാതെ കലഹങ്ങൾ വന്ന് ഭവിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, തൊലിപ്പുറത്തെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് ശത്രുതയിലായി തീരുക, നമ്മുടെ ശരീരത്ത് അവിടെ വസിക്കുന്ന മക്കളുടെ പക്ഷത്ത് ഒരുപാട് വിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ആ അച്ഛൻ്റെ അമ്മയുടെയും തെക്ക് പടിഞ്ഞാറ് മുറി ചെറുതായ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾക്ക് പലതര പ്രതിസന്ധികൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. മക്കളൊക്കെ അസ്ഥിരപ്പെട്ടു പോകാം. ആ ഗൃഹനാഥൻ്റെയും മക്കളുടെയൊക്കെ അവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം, അവരുടെ ബന്ധങ്ങൾ തകർന്നു പോയേക്കാം, അവരുടെ കുട്ടികൾക്ക് സ്കിൻ ഡിസീസുകൾ, അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ വ്യാപകമായി കണ്ടുവരാം. അപ്പോൾ ഈ തന്നെയല്ല, പിന്നെ വീടിൻ്റെ വളർച്ച, വീടിങ്ങനെ വളർന്നു വരും, അപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകില്ല. വരുമാനം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചിലവായി പോവും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം കടബാധ്യത ഉണ്ടാകുക എന്നുള്ളതാണ്. പലതരത്തിൽ ബാധ്യതയിലേക്ക് പോകും ആ വീട്. പലതരത്തിൽ ബാധ്യതയിലേക്ക് ആ വീട് പോയാൽ പിന്നെ വീട് എങ്ങനെ മുന്നോട്ട് പോകുക? അപ്പം ബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ തെക്ക് പടിഞ്ഞാറിലെ മുറി കുറയുമ്പോൾ അവിടെ സംഭവിക്കുന്നതൊക്കെ കുറവുകളാണ്. അവിടെ അളവ് കുറയുമ്പോൾ, അവിടെ വലിപ്പം കുറയുമ്പോൾ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കും, ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ സമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. സമ്പത്ത് കുറയുന്നതിനൊപ്പം എന്ത് ചെയ്യും? കടം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു വശത്ത് കടം ഭയങ്കരമായിട്ട് പെരുകിക്കൊണ്ടിരിക്കും, മറുവശത്ത് മക്കളൊക്കെ അസ്ഥിരപ്പെടും, രോഗങ്ങളുണ്ടാകും. പിന്നെ ആ വീട്ടിലെ സ്ത്രീകളുടെ പക്ഷത്തൊക്കെ എന്താ പറയുക, അവരൊറ്റപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ആ വീട്ടിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വോയിസും അവർക്കൊരു ശക്തിയില്ലാതായി തീരും അങ്ങനെ സംഭവിക്കുന്ന വീടുകളിൽ. അതുപോലെ സ്ത്രീകളുടെ പക്ഷത്ത്, അവരുടെ മക്കളുടെ പക്ഷത്തൊക്കെ ഒരുപാട് വിഷമങ്ങൾ വന്നുപെടാൻ സാധ്യതയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള ആ വസ്തുവാണെങ്കിൽ മക്കളെ നന്നായി ബാധിക്കും. മക്കളുടെ പക്ഷത്ത് ഒരുപാട് വിഷമങ്ങൾ വരും. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ നിങ്ങളുടെ ഈ വീട്, നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറിലെ മുറി ചെറുതാണെങ്കിൽ അത് വലുതാക്കാൻ ശ്രമിക്കണം. വലുതാക്കാൻ കൃത്യമായിട്ട് പറ്റും. വീടിൻ്റെ ഒരു വശം കൂട്ടിയെടുത്തിട്ട് ആ വശത്തെ ബെഡ്റൂമിനെ വലുതാക്കി എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ ഒരിക്കലും വീടിൻ്റെ ദീർഘചതുരത്തെ അത് ബാധിക്കരുത്, റെക്റ്റാങ്കിളിനെ അത് ബാധിക്കാതിരിക്കണം. ഒപ്പം തന്നെ നമ്മളീ പറയുന്ന വീടിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും മധ്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന
അല്ലെ കോണുകളിൽ നിന്നൊഴുകുന്ന അതിൽ നിന്നൊഴുകുന്ന എല്ലാ ഊർജങ്ങളും കടന്നു പോകാനുള്ള ഇടം കൂടി ഇട്ടിട്ട് വേണം ഇത് ചെയ്യുവാൻ. അതുപോലെ തന്നെ ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറിലെ മുറി വലുതാകുന്നതിനൊപ്പം തെക്ക് പടിഞ്ഞാറിലെ ആ മുറിയുടെ മുകളിൽ തന്നെ ആയിരിക്കണം വാട്ടർ ടാങ്ക്. ഒപ്പം ആ ഭാഗമായിരിക്കണം ഏറ്റവും ഉയർന്നിരിക്കുകയും ചെയ്യേണ്ടത്. ഒരുപാട് വീടുകളിൽ തെക്ക് പടിഞ്ഞാറേ മുറിക്ക് പകരം തെക്ക് കിഴക്കേ മുറിയും വടക്ക് പടിഞ്ഞാറേ മുറിയും വടക്ക് കിഴക്കേ മുറിയും ഒക്കെ വലുതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറേ മുറിയാണ് വലുതായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം, ഹൃദയം പണിമുടക്കിയേക്കാം, അതുപോലെ തന്നെ ശ്വാസകോശം പണിമുടക്കിയേക്കാം, ഉദരരോഗങ്ങൾ ഉണ്ടായേക്കാം, ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം. ആ വീടിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഭയങ്കര ദേഷ്യക്കാരാകാം, കലഹങ്ങൾ ഒഴിയാതെ ഉണ്ടായി വരാം. തെക്ക് കിഴക്കാണെങ്കിൽ അതുപോലെ കേസുകൾ ഉണ്ടാകും, വാഹനാപകടങ്ങൾ ഉണ്ടാകും, ശരീരത്ത് ഓപ്പറേഷനുകൾ വന്ന് ഭവിക്കും. അപ്പോൾ ആക്ച്വലി ഈ തെക്ക് കിഴക്കോ അല്ലെ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ നിൽക്കുന്ന ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂമിനേക്കാൾ നിർബന്ധമായിട്ടും നമ്മുടെ തെക്ക് പടിഞ്ഞാറിലെ മുറിയായിരിക്കണം വലുതായിരിക്കേണ്ടത്. മാസ്റ്റർ ബെഡ്റൂമിലെ ഒരിക്കലും കുറഞ്ഞു പോകരുത്. മാസ്റ്റർ ബെഡ്റൂം ചെറുതായാൽ സകലതും ചെറുതായി പോകും. നമ്മുടെ അന്തസ് പോലും ചെറുതായി പോകും, അസ്തിത്വം പോലും ചെറുതായി പോകും, വീടിൻ്റെ ഉയർച്ച ഇല്ലാതായി പോകും, വീട്ടിലെ മക്കള് ഉയരാതായി പോകും. അപ്പം ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാസ്റ്റർ ബെഡ്റൂമുകളിലെ ഏറ്റവും വലിയ അളവുണ്ടാക്കേണ്ടത് തെക്ക് പടിഞ്ഞാറേ മുറിക്ക് തന്നെയായിരിക്കണം. ഇതിൻ്റെ കൂടെ കണക്റ്റഡായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. തെക്ക് പടിഞ്ഞാറ് ഇതുപോലെ ഈ തെക്ക് പടിഞ്ഞാറിലെ ചെറിയ മുറി വന്നിട്ട് അവിടെ അടുക്കള വന്നിട്ടുള്ള വീടുകളുണ്ട്, അവിടെ ടോയ്ലറ്റ് വന്നിട്ടുള്ള വീടുകളുണ്ട്, കുളിമുറി വന്ന വീടുകളുണ്ട്, അവിടെ പൂജാമുറി വന്ന വീടുകളുണ്ട്, അവിടെ സ്വീകരണ മുറി വന്ന വീടുകളുണ്ട്. ഒരിക്കലും ഈ പറഞ്ഞ 4 കാര്യം കൂടി അവിടെ വരരുത്. മുറി ചെറുതാകരുത്. അവിടെ അടുക്കളയോ സ്വീകരണ മുറിയോ പൂജാമുറിയോ വേറെ ഒന്നിനും അവിടെ പ്രാധാന്യമില്ല. തുറന്നിടരുത്. ആ മുറിയിൽ പ്രധാന വാതിൽ വന്ന് കയറരുത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയയാണ്. ഈ തെക്ക് പടിഞ്ഞാറ് മുറിയുടെ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ വീട് ഇരുന്നിരുന്നൊന്നുമല്ലാതെയായി പോകാം. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ തെക്ക് പടിഞ്ഞാറാണ് നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. ആ മുറി ചെറുതാകാതെ ഇരിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസ നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.